പൂവാട്ടുപറമ്പിൽ നിർത്തിയിട്ട കാറിൽ നിന്ന് 40 ലക്ഷം രൂപ കവർന്നു എന്ന വാർത്ത ഇന്നലെയാണ് പുറത്തു വന്നത്. ആ വാർത്ത കേട്ട് നമ്മളൊക്കെ ഞെട്ടി. പക്ഷേ അതിലും ഞെട്ടിക്കുന്ന ഒരു വാർത്ത വരുന്നു. അത് പരാതിക്കാരന്റെ നാടകമെന്ന് തെളിയുകയാണ്. പരാതിക്കാരനായ റഹീസ് ഉൾപ്പെടെ 2 പേർ ഈ സംഭവത്തിൽ പിടിയിലായതായാണ് സൂചന. ഹെൽമറ്റ് ധരിച്ച 2 പേർ കാറിന് സമീപത്ത് നിന്ന് സ്കൂട്ടറിൽ കയറി പോകുന്ന ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പ്രതികളെ കുടുക്കിയത്. ഇന്നലെ പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ കാണാം. അനീഷ്, നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളാണ് തെളിവായത്. എന്താണ് ഇങ്ങനെ ഒരു നാടകത്തിന് പിന്നിൽ, ഇങ്ങനെ ഒരു നാടകം കളിച്ചൊരു കവർച്ച നാടകത്തിലേക്ക് ഈ റഹീസിനെ എത്തിച്ചതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. ശ്രീജ, ഈ കേസിന്റെ ആദ്യം മുതൽ, അതായത് അടിമുതൽ മുടി വരെ അനീഷിലേക്ക് മടങ്ങിയെത്താം. ശബ്ദത്തിൽ അവ്യക്തതയുണ്ട്. ഹെൽമെറ്റ് ധരിച്ച 2 പേർ കാറിന് സമീപത്ത് നിന്ന് സ്കൂട്ടറിൽ കയറി പോകുന്ന ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതികളെ കുടുക്കിയത്. അനീഷ്, തുടർന്നോളൂ. ഷീജ, ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ ചില സംശയങ്ങൾ പോലീസിനുണ്ടായിരുന്നു. കാരണം പരാതിക്കാരൻ തന്നെ ആവുമോ ഒടുവിൽ പ്രതി എന്ന രീതിയിൽ സംശയം തന്നെയായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, ഇതുപോലെ ആശുപത്രിയുടെ ഒരു പാർക്കിംഗ് മേഖലയിൽ അതിൻ്റെ ഭാഗത്ത് നിർത്തിയിട്ട ശേഷം ഒരു കാറിനുള്ളിൽ 40 ലക്ഷം രൂപ ഒരു ചാക്കിനകത്താക്കി വെച്ചിട്ട് പോവുക എന്നത് തന്നെ അവിശ്വസനീയമായ ഒരു കാര്യമായിരുന്നു. ഒപ്പം ഈ പണത്തിൻ്റെ സ്രോതസ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പല ആവർത്തി ചോദിച്ചെങ്കിലും കൃത്യമായ ഒരു മറുപടി നൽകാനായി റഹീസിന് കഴിഞ്ഞില്ല. റഹീസിൻ്റെ ഭാര്യാപിതാവ് ഒരു കച്ചവട സ്ഥാപനം വിറ്റപ്പോൾ ലഭിച്ച പണം, ആ പണം തന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. ഭാര്യാപിതാവ് സ്ഥലത്തില്ലായിരുന്നു, അതുകൊണ്ട് തന്നോട് ഈ പണം സൂക്ഷിക്കുക എന്ന് അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പണം തൻ്റെ അടുത്തിരുന്നത്. പിന്നീട് ഭാര്യാപിതാവ് നിർദ്ദേശിച്ച ഒരാൾക്ക് ഈ പണം നൽകണമായിരുന്നു. അതിനായി ആ ആളോട് ഈ പൂവാട്ടുപറമ്പ് ഭാഗത്തെത്താൻ പറഞ്ഞു. അവിടെ എത്തിയപ്പോൾ തിരക്ക് കുറഞ്ഞ ഒരു സ്ഥലം എന്ന രീതിയിലാണ് ഈ വാഹന പാർക്കിംഗ് ഒക്കെ നോക്കി സൗകര്യപൂർവ്വമാണ് പൂവാട്ടുപറമ്പിലെ സ്വകാര്യ ആശുപത്രിയുടെ പിൻവശത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ താൻ വാഹനമിട്ടത്. അതിനുശേഷം ഈ നിർദ്ദിഷ്ട ആളെ കാണാനായി പുറത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോഴേക്കും വാഹനത്തിൽ പണമില്ലായിരുന്നു. വാഹനത്തിൻ്റെ ഡ്രൈവർ സീറ്റിന് ചേർന്നുള്ള ഡോർ ആയിരുന്നു. അതിനുശേഷം വാഹനത്തിനുള്ളിലെ പണം കൊണ്ടുപോവുകയും ചെയ്തുവെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ പോലീസിനൊരു പൊരുത്തക്കുണ്ടായിരുന്നു. കാരണം ഈ റഹീസ് പൂവാട്ടുപറമ്പിന് സമീപം തന്നെയുള്ള ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. അവിടെ നിന്നും കഷ്ടിച്ച് ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഈ ആശുപത്രി ഭാഗത്തേക്ക് എത്താൻ. അങ്ങനെ എത്തിയപ്പോൾ ഈ വിവരം അറിഞ്ഞത് ആരാണ്, അല്ലെങ്കിൽ പണം കാറിനുള്ളിൽ ഉണ്ടോ എന്ന വിവരത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്ത ഒരാൾക്ക് ഈ പണം എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് റഹീസ് അറിയാതെ മറ്റൊരാൾ ഈ കാര്യം എങ്ങനെ അറിയും എന്നതടക്കമുള്ള കാര്യങ്ങൾ സംശയമുന്നയിലായിരുന്നു. ഒപ്പം ചാക്കിനകത്ത് കെട്ടിയാണ് ഈ കാറിനുള്ളിൽ 40 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്നാണ് റഹീസ് പറഞ്ഞത്. പക്ഷേ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത്ര വലിയ ഒരു ചാക്കുകെട്ടോ അത്ര വലിയ ഒരു ഭാരമേറിയ വസ്തുക്കൾ കൊണ്ടുപോകുന്ന ഒരു പ്രതീതി ആ CCTV ദൃശ്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ 40 ലക്ഷം രൂപ എന്നത് അതൊരു കളവാണ്, അല്ലെങ്കിൽ അത്രയധികം പണം ഉണ്ടായിരുന്നില്ല എന്നത് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് സംശയം ഉയർന്നിരുന്നു. 2-3 സാധ്യതകളാണ് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഈ കുഴൽപ്പണം പോലുള്ള എന്തെങ്കിലും കള്ളപ്പണ ഇടപാടുകൾ ഇതിൽ നടന്നിരിക്കാം. ആ പണം ഏതെങ്കിലും ആളുകൾ റഹീസിനെ ഏൽപ്പിച്ചിട്ട് അതൊരു മറ്റൊരാൾക്ക് കൈമാറാനാവാം ചുമതലപ്പെടുത്തിയത്. പക്ഷേ ആ പണം കളവ് പോയി അല്ലെങ്കിൽ കവർച്ച പോയി എന്ന് പറയുമ്പോൾ ആ പണം സ്വന്തമാക്കാനുള്ള ഒരു സാധ്യത റഹീസിന് മുന്നിൽ തെളിയുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു കൃത്രിമമായ തെളിവ് സൃഷ്ടിക്കുന്നതിന്, അല്ലെങ്കിൽ തന്റെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു എന്ന് ബോധ്യപ്പെടുത്തി ആ പണം സ്വന്തമാക്കുന്നതിനുള്ള നീക്കമാണ് റഹീസ് നടത്തിയതെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. മറ്റൊന്ന്, ഭാര്യാപിതാവ് റഹീസിന്റെ കൈവശം നൽകിയ പണമാണ് എന്നാണ് ആദ്യം തന്നെ മൊഴി നൽകിയത്. എന്നാൽ ഇതിൽ കുറച്ച് പണം ഭാര്യാപിതാവ് നൽകിയിരുന്നുവെന്ന് ചില വിവരങ്ങൾ ലഭിക്കുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ ഭാര്യാപിതാവ് നൽകിയ പണം കവർച്ച ചെയ്യപ്പെട്ട
പ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ഭാര്യാപിതാവിന്റെ പണം തട്ടിയെടുക്കാനുള്ള ഒരു നീക്കം തന്നെയാണോ നടന്നത് എന്നതിനെ കുറിച്ചുള്ള ചില സംശയങ്ങളുമുണ്ട്. എന്തായാലും കൃത്യമായ രേഖകളില്ലാതെ ഈ സാധാരണഗതിയിൽ ഒരു കച്ചവട സ്ഥാപനം വിറ്റ് പണം ലഭിക്കുകയാണെങ്കിൽ പോലും 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾ ഓൺലൈനായി നടത്തണമെന്നൊക്കെ ചട്ടമുള്ളപ്പോൾ ഇത്രയും ലിക്വിഡ് ക്യാഷ് എന്തിന് ഇടപാടുകൾക്ക് വാങ്ങി? അതുകൊണ്ട് ഇത് കൃത്യമായി കണക്കിൽപ്പെടാത്ത പണമാണോ എന്നൊരു സംശയം തന്നെയാണ് പോലീസിന് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്തായാലും വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തപ്പോൾ ഈ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വന്നിട്ടുണ്ട്. 2 പേരാണ് ഈ റഹീസിന്റെ ഒരു സുഹൃത്തിന്റെ കൂടെ സഹായത്തോടുകൂടിയാണ് ഈ കൃത്യം നടത്തിയത്. ഈ ബൈക്കിൽ ഉള്ളതിൽ ഒരാൾ റഹീസ് ആണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഹെൽമറ്റ് ധരിച്ചാണ് 2 പേർ ഇരിക്കുകയും ചെയ്യുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ പോലീസിന് ഇത്തരം ഒരു സംശയം ഉണ്ടാവുകയും ചെയ്തിരുന്നു. കൂടുതൽ വ്യക്തമായ അന്വേഷണങ്ങൾ നടത്തിയപ്പോഴാണ് ഈ തട്ടിപ്പിന്റെ കൂടുതൽ ചിത്രങ്ങൾ അനാവരണം ചെയ്യുന്നത്. ഒപ്പം ഈ സമീപകാലത്തായി ദുരൂഹ സാഹചര്യങ്ങളിലുള്ള പല കവർച്ചകളിലും ഈ പരാതിക്കാരിലേക്ക് തന്നെ ഈ അന്വേഷണം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വടകര ഭാഗത്ത് ഒരു കാറിൽ മുളകുപൊടി ഇട്ട ശേഷം കവർച്ച നടത്തിയെന്ന ഒരു പരാതിയുമായി യുവാവ് രംഗത്തെത്തിയിരുന്നു. പക്ഷേ ആ പരാതിയിൽ CCTV ദൃശ്യങ്ങളും മറ്റും ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആ പ്രതിയിലേക്ക് തന്നെ അല്ലെങ്കിൽ ആ പരാതിക്കാരൻ തന്നെ പ്രതിയാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു സ്വർണ്ണ തട്ടിപ്പ് കേസ് ഉണ്ടായിരുന്നു. ആ തട്ടിപ്പ് കേസിലും പരാതിപ്പെട്ട ആൾ തന്നെ പ്രതിസ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ നടന്ന ഈ 40 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിലും പരാതിക്കാരൻ തന്നെ പ്രതിയായി മാറുന്നത്. ശരി, 40 ലക്ഷം രൂപ കവർന്നു എന്ന വാർത്തയായിരുന്നു ഇന്നലെ പുറത്തു വന്നിരുന്നത്. എന്നാൽ അത് ഈ പരാതിക്കാരനായ റഹീസിന്റെ തന്നെ നാടകമായിരുന്നു എന്നതാണ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇപ്പോൾ പോലീസിന് വ്യക്തമാവുന്നത്. പറഞ്ഞതെല്ലാം കളവായിരുന്നു എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായി. ഇതേ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ കവർച്ച ഒരു നാടകമായിരുന്നു എന്ന വിവരം പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്.